സുഹൃത്തുക്കളെ, അങ്ങനെ വിയർപ്പിൽ മുങ്ങി കുളിക്കുമ്പോൾ ആളുകൾ പറയും, ഒന്ന് നരകത്തിലേക്കെങ്കിലും വിട്ടാൽ മതിയായിരുന്നു, ഒന്ന് തീരുമാനിക്കപ്പെട്ടാൽ മതിയായിരുന്നു. എത്ര കാലമായി ഇവിടെ നിൽക്കുന്ന വിചാരണയ്ക്ക് വേണ്ടി. നോക്കൂ, അള്ളാഹു വരാൻ, അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി വരാൻ അതാ ജനങ്ങൾ പരസ്പരം ശഫാഅത്ത് ആഗ്രഹിക്കും. ആളുകളെല്ലാം പോകും അബുൽ ബശർ ആദം അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക്. അവര് വന്നിട്ട് പറയും, അള്ളാഹു സ്വന്തം കരം കൊണ്ട് കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരല്ലേ, മാനവകുലത്തിന്റെ പിതാവല്ലേ, അള്ളാഹു അസ്കനകൽ ജന്ന സ്വർഗ്ഗത്തിൽ താമസിപ്പിച്ചവരല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യണം. അപ്പോൾ അതാ ആദം അലൈഹിസ്സലാം പറയും, ഞാനിന്ന് ഭയപ്പെടുകയാണ് റബ്ബിന്റെ കോപം. എന്റെ റബ്ബ് ഇന്നത്തതുപോലെ കോപിച്ചിട്ടില്ല. വിലക്കപ്പെട്ട കനി വലാ തഖറബാ ഹാദിഹി ഷജറ, നിങ്ങൾ രണ്ടുപേരും ഈ മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വിലക്കപ്പെട്ട കനി തിന്നതിന്റെ പേരിൽ ഞാൻ എന്ന പടച്ചവന്റെ കോപം ഭയപ്പെടുകയാണ്. നിങ്ങൾ പോകണം. ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ അടുത്തേക്ക് ആളുകളെല്ലാം നൂഹ് നബിയുടെ അടുത്തേക്ക് വരും. വന്നിട്ട് പറയും, 1000-ലധികം കൊല്ലം ജീവിച്ചവരല്ലേ, 980 വർഷം പ്രബോധനം ചെയ്തവരല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമോ? നൂഹ് നബി പറയും, ശൈഖുൽ അംബിയ. നൂഹ് നബി പറയും, ഞാനങ്ങനെ ശഫാഅത്ത് ചെയ്യാം, എന്റെ റബ്ബിനോട് കോപിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. കാരണം എല്ലാ നബിമാർക്കും അല്ലാഹു ഒരു തഅബത്ത് കൊടുത്തിരുന്ന പ്രാർത്ഥന. ഞാൻ എന്റെ പ്രാർത്ഥന എന്റെ സമുദായത്തിനെതിരെ വിനിയോഗിച്ചു. റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഈ ഭൂമുഖത്ത് സത്യനിഷേധികളുടെ ഒരു ഭവനവും നീ വെച്ചേക്കല്ലേ. അങ്ങനെയാണ് തൂഫാൻ പ്രളയമുണ്ടായി, എല്ലാവരും മുങ്ങിച്ചെന്നത്. അതുകൊണ്ട് നിങ്ങൾ പോകണം, നിങ്ങൾ പോകണം. ഖലീലുല്ലാഹി ഇബ്രാഹിം, അല്ലാഹുവിന്റെ ആത്മപുത്രം ഇബ്രാഹിം നബിയുടെ മുന്നിൽ ചെല്ലണം. എല്ലാവരും ഇബ്രാഹിം നബിയുടെ മുന്നിൽ വരും. ഇബ്രാഹിം നബിയോട് ജനങ്ങൾ പറയും, അല്ലാഹു ഖുല്ലത്ത് നൽകിയില്ലേ, അല്ലാഹുവിന്റെ ആത്മ സുഹൃത്തല്ലേ, അവിടെ നിന്ന് ശഫാഅത്ത് ചെയ്യണം. അപ്പോൾ ഇബ്രാഹിം നബി പറയും ജനങ്ങളോട്, ഞാൻ ഇന്ന് വളരെയധികം ഭയപ്പെടുന്നു, എന്റെ റബ്ബ് കോപിക്കുമോ എന്ന്. ഞാൻ 3 കളവുകൾ, കളവല്ലെങ്കിലും കളവ് പോലെ തോന്നുന്ന 3 പരാമർശം ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടുകയാണ് റബ്ബിനെ. നിങ്ങൾ പോകണം. കലീമുല്ലാഹി മൂസാ, മൂസാ നബിയുടെ അടുത്തേക്ക് എല്ലാവരും മൂസാ നബിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, അല്ലാഹുമായി സംസാരിച്ചവരല്ലേ, തൗറാത്ത് നൽകപ്പെട്ടവരല്ലേ, ഞങ്ങളെ ഈ മുങ്ങിത്താഴുന്ന ഈ കഠിന ചൂടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തുമോ, അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമോ? ആ സമയം മൂസാ നബി പറയും, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുകയാണ്, എന്റെ റബ്ബിനോട് കോപിക്കുമോ? ഞാൻ ഇസ്രായേലിക്ക് വേണ്ടി ഒരു കിബത്തിയെ ഞാൻ കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. ഞാൻ റബ്ബിന്റെ കോപം എന്ന് ഭയപ്പെടുകയാണ്. നിങ്ങൾ പോകണം. മറിയമിന്റെ പുത്രൻ ഈസായുടെ അടുത്തേക്ക് എല്ലാവരും ഈസബിന് മറിയമിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുമ്പോ ഈസാ നബി ദുഃഖിതനാണ്, വ്യാകുലനാണ്. ഈസാ അലൈഹിസ്സലാം പറയും, ഇന്നലെ റബ്ബിനോട് ചോദിക്കും, യാ ഈസാ അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഓ ഈസബിന് മറിയമേ, നീയും നിന്റെ ഉമ്മയും മാതാവും മറിയമും പറഞ്ഞോ ജനങ്ങളോട്, എന്നെ കൂടാതെ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ രണ്ടുപേരെയും ഇലാഹാക്കാൻ, ആരാധന മൂർത്തികളാക്കാൻ പറഞ്ഞുവോ എന്ന് ചോദിക്കുന്ന ദിവസമാണിന്ന്. അല്ലാഹു കോപിക്കുമോ എന്ന ഭയപ്പാടിലാണ്. അതുകൊണ്ട് നിങ്ങൾ പോകണം. ഖാതിമുൻ നബിയീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ ആശിഖു മുഹിബ്ബീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ പ്രവാചകന്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം. എല്ലാവരും മുത്ത് നബിയുടെ മുന്നിൽ വന്ന് ശഫാഅത്ത് ചെയ്യണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ പറയും, അനലഹാ അനലഹാ, ഞാനതിന് അർഹനാണ്, ഞാനതിന് അർഹനാണ്. അങ്ങനെ അതാ മുത്തുനബി നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അല്ലാഹു തആല നമ്മുടെ ഹബീബിന് നബി തിരുമേനിക്ക് കൊടുക്കുന്ന ഈ സ്ഥാനമാണ് മഖാമും മഹ്മൂദ്. ഏറ്റവും വലിയ ശഫാഅത്താണ് ഈ ശഫാഅത്ത്. അതിനു പുറമെ അല്ലാഹുവിന്റെ റസൂൽ വേറെ 4 ശഫാഅത്ത് കൂടി ചെയ്യും. ശഫാഅത്തിനെ പറ്റി പറയാനുണ്ട്, ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല. നോക്കൂ, മഹ്ശറയിൽ വെച്ച് കാരുണ്യത്തിന്റെ തിരുദൂതൻ നമ്മുടെ വിമോചകൻ ഹബീബായ മുത്ത് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ പറയുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. നബിയെ, ഉറക്കം മാറ്റി വെച്ചുകൊണ്ട് നിശയുടെ നിശബ്ദതയിൽ വമിനൽ ലൈലി ഫതഹജ്ജദ് ബി, അവിടുന്ന് തഹജ്ജുദ് നമസ്കരിക്കണം നബിയെ. നാഫിലതൻ ലക, ഇത് താങ്കൾക്ക് 5 വഖത്തിന് പുറമേ കൂടുതലാണ്. 6ാമത്തെ ഒരു നേരം അവിടുന്ന് തഹജ്ജുദ് നമസ്കരിക്കണം നബിയെ. അസാ അൻ യബ്അസക റബ്ബുക, അങ്ങയെ അല്ലാഹു യാത്രയാക്കും മഖാമൻ മഹ്മൂദാ, സുത്യർഹമായ സ്ഥാനത്തേക്ക്.
ആ സ്ഥാനമാണിത് സുഹൃത്തുക്കളെ. അങ്ങനെ നബി തിരുമേനി അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യും. അതാ അല്ലാഹു തആല ജനങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടി വരികയാണ്. അല്ലാഹു ഹബീബിനോട് പറയും, നബി സുജൂദിൽ വീഴും, യാ മുഹമ്മദ് സൽ തുഅത ഇശ്ഫഅ തുശഫഅ, മുഹമ്മദേ ഇർഫഅ റഅസക ഫലൗ യർതു, ചോദിക്കൂ തരാം, ശഫാഅത്ത് ചെയ്യൂ, അങ്ങയുടെ റെക്കമെൻഡ് സ്വീകരിക്കപ്പെടും. അതാ അല്ലാഹു വരികയാണ് വിചാരണയ്ക്ക് വേണ്ടി വരികയാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വയഹ്മിലു അർശ റബ്ബിക, നിന്റെ റബ്ബിന്റെ സിംഹാസനം ചുമക്കുന്നു, ഫൗകഹും യൗമഇദിൻ സമാനിയ, 8 മലക്കുകൾ ചുമന്നുകൊണ്ട് അർശിനെ ചുമന്നുകൊണ്ട് വരികയാണ്. വജാഅ റബ്ബുക, നിന്റെ റബ്ബ് വരികയാണ്. വൽ മലകു സഫൻ സഫാ, മാലാഖമാർ അണിയണിയായി 7 ആകാശത്തിലെയും മലക്കുകൾ അതാ മഹ്ശറയ്ക്ക് ചുറ്റിലും സഫു സഫായിട്ട് നിൽക്കുകയാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്ന് നരകത്തെ കൊണ്ടുവരപ്പെടും, നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടും. 70,000 കടിഞ്ഞാണ് കൊണ്ട് നരകത്തെ വലിക്കും. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ ഉണ്ടാകും. അങ്ങനെ 70,000 മലക്കുകൾ ജഹന്നമിനെ അതാ മഹ്ശറയിൽ നിൽക്കുന്ന രൂപം ആളുകൾക്ക് കാണപ്പെടുമാറ്. ബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ, നരകത്തെ ഹാജരാക്കുമെന്ന് ഖുർആൻ.